കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ചാൽ അവിവാഹിത യോഗം. വിവാഹം എന്ന് വെച്ചാൽ ആർക്കും അറിയാം, മംഗല്യം അല്ലെ വിവാഹം നടക്കുക. സ്ത്രീക്കാണ് പുരുഷനെ കിട്ടുക, പുരുഷനാണ് സ്ത്രീയെ കിട്ടുക, എല്ലാം വിവാഹത്തിന്റെ ഇതല്ലേ. അപ്പൊ നമുക്ക് ആ വിവാഹം, അതായത് വിവാഹം നടക്കാൻ യോഗമില്ലാതെ വരുന്ന അവസ്ഥ, കാലതാമസത്തോടെ വിവാഹം നടത്തുന്ന അവസ്ഥ ഒക്കെ നമുക്ക് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുള്ള കുറച്ച് ജ്യോതിഷ നിയമങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ നിയമങ്ങളിലേക്ക് ഒന്ന് കടക്കാം. സപ്തമാധിപൻ ശുക്രനാണ് വിവാഹകാരനൊക്കെ പറയുന്നത്. സപ്തമം എന്ന് വെച്ചാൽ ഏഴാം ഭാവം, സപ്തമാധിപൻ വെച്ചാൽ ഏഴാം ഭാവാധിപനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവർ ദുർബലായിട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ജാതകന് അല്ലെ ജാതകയ്ക്ക് ആ വിവാഹിത യോഗം ഉണ്ടെന്ന് പറയപ്പെടണം. ഏതാനും ലക്ഷണങ്ങളും ഇതിന് നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. ഏഴാമിടത്ത് ഒന്നുകിൽ പാപഗ്രഹങ്ങൾ നിൽക്കുക, പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുന്ന അവസ്ഥ വരിക. അതേ ഏഴാമിടത്ത് തന്നെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലാതെ വരുന്ന അവസ്ഥകൾ വരിക. ഇത് ഒരു ലക്ഷണമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏഴാം ഭാവാധിപൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന അവസ്ഥ വരിക, നീചം ഭവിച്ച് നിൽക്കുന്ന അവസ്ഥകളൊക്കെ വരിക, നീചം ഭവിച്ച് അംശവിച്ച് നിൽക്കുന്ന അവസ്ഥ വരിക, മൗഢ്യം പ്രാപിക്കുക, ഇത് മറ്റൊരു ലക്ഷണമായിട്ട് പറയപ്പെടുന്നുണ്ട്. ശുക്രൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന അവസ്ഥ വരിക, നീചരാശി ഇവകളിലാണെങ്കിൽ, പ്രത്യേകിച്ച് 6, 8, 12 രാശികളിലാണ് ലഗ്നാധിപ ദൃഷ്ടി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ വരിക. ഇതും ഒരു അവിവാഹിത രോഗലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത്. അവിവാഹിത യോഗലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ആ ആളുടെ ജീവിതം പൂർത്തിയാവണമെങ്കിൽ, പഴയ കാലത്ത് ഇങ്ങനെ കൗമാരം, വാനപ്രസ്ഥം, അങ്ങനെ ഓരോ സമയങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് ഓരോ പ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു ചെടി കുഴിച്ചു വെക്കുകയാണെങ്കിൽ അതിനെ മാറ്റി നടേണ്ടുന്ന ഒരു പ്രായമുണ്ട്, മാറ്റി നടാൻ പാടില്ലാത്ത പ്രായമുണ്ട്, അതിന് വെള്ളം കൊടുക്കേണ്ട സമയമുണ്ട്, വളവിടേണ്ട സമയമുണ്ട്, അതിനെ ശുശ്രൂഷിക്കേണ്ട സമയങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഓരോ സമയങ്ങളും ഒരു ചെടിക്കായാൽ പോലും പറയുന്നുണ്ട്. ഒരു മനുഷ്യന് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന 120 വയസ്സൊക്കെ, 130 വയസ്സൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും അത്രയും ആയുസ് കിട്ടുന്നില്ല. അതൊക്കെ നമ്മുടെ കാലത്തിൻ്റെയും കൂടെ സ്ഥിതിയായിട്ട് പറയപ്പെടേണ്ടതായിട്ട് വരും. പക്ഷെ എന്നിരുന്നാലും ഒരാൾക്ക് മാക്സിമം വിവാഹം നടക്കാവുന്ന ഒരു കാലയളവ്, വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി കിട്ടി ഉയർച്ചകളായി ഒരാളെ കൂടി സംരക്ഷിക്കാമെന്ന് തോന്നുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ് ഏകദേശം അങ്ങനെ പോലെ 21 വയസ്സിന് ശേഷം നമുക്ക് 35 അല്ലെങ്കിൽ 40 വയസ്സിനകമായിട്ട് അങ്ങേയറ്റം നമുക്ക് വിവാഹം നടക്കണം. നല്ല വിവാഹം. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഒരു 25 വയസ്സ് കഴിയുമ്പോഴേ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമം, അയ്യോ മോക്ക് വിവാഹമൊന്നും ആയില്ലോ. അതുപോലെ പയ്യന്മാർക്കാരും 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആദിയാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ആദ്യം, അയ്യോ കാണുന്നവരൊക്കെ അയ്യോ മോൻ്റെ കല്യാണമൊന്നും ആയില്ലോ, ജോലി കിട്ടിയ ഉടനെ ആൾക്കാർക്ക് ചോദിക്കാനുള്ള കല്യാണമായില്ലയോ എന്ന്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോദിക്കുന്നത് നിങ്ങളൊന്നും അതിൽ വിശേഷമൊന്നുമില്ലയോ എന്നുള്ളതാണ്. അപ്പം ആ യോഗം ഉണ്ടോ നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇപ്പം എല്ലാവരും പഠിക്കട്ടെ, പഠിത്തമില്ല, ഇപ്പം കല്യാണം ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് 28 വയസ്സ് 30 വയസ്സ് വരെ അങ്ങ് പഠിക്കും. പഠിച്ചിട്ടിപ്പം നല്ല ജോലി വാങ്ങിക്കും. അപ്പം ജോലി കിട്ടുമ്പോൾ അത്രയും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള കുട്ടിയെ നോക്കും. അപ്പം ജാതകം നോക്കുമ്പോഴാണ് ആ കുട്ടിയായിട്ട് പാപമില്ല, അല്ല ചൊവ്വാദോഷമോ അല്ല ജാതകത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരിക. അപ്പം നമ്മൾ ആ സമയത്ത് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ചിലർക്ക് വിവാഹം 27 വയസ്സിൽ നടക്കണം, 27 വയസ്സിൽ നടന്നില്ലേ പിന്നെ 30 വയസ്സിൽ 35 വയസ്സിൽ ഒന്നും യോഗമില്ല, പിന്നെ 40, 49 വയസ്സിൽ യോഗമുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു 25 വയസ്സിനകമായിട്ട് തന്നെ മാക്സിമം എല്ലാവരുടെയും ജാതകം നോക്കി വെക്കുന്നത് നല്ലതാണ്. 21 വയസ്സാകുമ്പോഴേ ഉത്തമമായിട്ട് പറയപ്പെടുവാണ്. 21 വയസ്സാകുമ്പോഴേ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ജാതകം നോക്കി വെക്കണം. ചില കുട്ടികളൊക്കെ ആണെങ്കിൽ വിവാഹശേഷമായിരിക്കും പഠിക്കാൻ യോഗമൊക്കെ പറയപ്പെടുന്നത്. 18 വയസ്സിൽ 20 വയസ്സിന് വിവാഹം നടക്കണം, അല്ലെങ്കിൽ പിന്നെ 35, 40 ഒക്കെ ആയിരിക്കും വിവാഹം പറയുന്നത്. അതൊക്കെ ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും നല്ല ജ്യോതിഷനെ ഫോണിൽ കൂടെ ചോദിക്കാതെ നേരിട്ട് പോയി കുഞ്ഞുങ്ങളുടെ ആയാലും ആൺകുട്ടിയായാലും പെൺകുട്ടി ആരുടെ ആയാലും ജാതകം പരിശോധിച്ച് പറഞ്ഞ അവിവാഹിത യോഗമൊക്കെ ഉണ്ടെങ്കിൽ പ്രതിവിധിയൊക്കെ പറയപ്പെടുന്നുണ്ട്. ആ പ്രതിവിധിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നല്ല വിവാഹയോഗം വരുന്നതായിരിക്കും. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളെ കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.